പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ 2.5 പതിറ്റാണ്ടായി മത്സരിക്കുന്ന മണ്ഡലമാണ് പറവൂർ. സതീശനോട് സ്ഥിരം തോൽക്കുന്നതാകട്ടെ CPI-യുമാണ്. ഇക്കുറിയും CPI തന്നെ പറവൂർ മത്സരിക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ സതീശന് നിയമസഭയിലേക്കുള്ള വരവ് എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് CPI മത്സരിക്കുന്നതെന്ന ആക്ഷേപം ശക്തമായതോടെ സീറ്റ് ഏറ്റെടുക്കാനുള്ള നീക്കം CPM തുടങ്ങിക്കഴിഞ്ഞു. ആയ കാലത്ത് ഇടതുപക്ഷത്തിന്റെ ഉരുക്കു കോട്ടയായിരുന്നു പറവൂർ. എന്നാൽ AK ആന്റണിയുടെ ആശീർവാദത്തോടെ സതീശൻ പറവൂരിൽ അവതരിച്ചതോടെ ഇടതുപക്ഷം ചാമ്പലായി. പിന്നീട് പലകുറി CPI-ക്ക് അവിടെ നിന്ന് കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ പൊരുതാൻ ഉറച്ചു തന്നെയാണ് LDF വരുന്നത്. അതിന് കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള വനിതാ നേതാവിനെ സതീശനെതിരെ അവതരിപ്പിക്കുവാനുമാണ് CPM ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനം ഉയർത്തിയതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കോൺഗ്രസ് മുൻ വനിതാ നേതാവ് സിമി റോസ്ബെൽ സതീശനെതിരെ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ഇത് സംബന്ധിച്ച ചർച്ചകൾ അണ്ടർഗ്രൗണ്ടിൽ പുരോഗമിക്കുകയാണ്. പറവൂരിൽ നിന്ന് 6ാം തവണയും ഈസി വാക്കോവറിൽ ജയിച്ച് കയറാമെന്നാണ് സതീശൻ ക്യാമ്പ് വിശ്വസിക്കുന്നത്. കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥി ഇറങ്ങിയാലും തങ്ങൾക്കൊരു ചുക്കുമില്ലെന്ന് പ്രതിപക്ഷ നേതാവും സംഘവും പറയുന്നുണ്ട്. എന്നാൽ പാർട്ടിക്കുള്ളിലെ ഉൾപോര് 2021 ശക്തമാണ്. കഴിഞ്ഞ 3 തവണയും ഇടതുമുന്നണിയുടെ ഒരേ സ്ഥാനാർത്ഥി തന്നെയാണ് പരാജയം ഏറ്റുവാങ്ങിയത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കളം മാറ്റി ചവിട്ടാൻ CPM തീരുമാനിക്കുന്നത്. ഇത്തവണ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കലാപ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തിയാണ് ഇടത് സ്ഥാനാർത്ഥിയായി മുൻ കോൺഗ്രസ് നേതാവ് എത്തുന്നതെന്നാണ് സൂചനകൾ. KC വേണുഗോപാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരിക്കെ ഉണ്ടായ ഏക വനിതാ ജനറൽ സെക്രട്ടറിയായിരുന്നു സിമി റോസ്ബെൽ. 2024 കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കടുത്ത ആരോപണം ഉന്നയിച്ചതോടെയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താകുന്നത്. പിന്നീട് കാര്യമായ രാഷ്ട്രീയ ഇടപെടലുകളൊന്നും നടത്താതിരുന്ന ഇവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകാൻ സന്നദ്ധത അറിയിക്കുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് പുറത്തായതോടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ശക്തമായ വിമർശനമാണ് സിമി റോസ്ബെൽ ജോൺ ഉന്നയിച്ചത്. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെ സംസ്ഥാന ഭാരവാഹിയാക്കാൻ സതീശൻ തന്നെ ഒരുക്കിയെന്നാണ് ആ വനിതാ നേതാവ് ആരോപിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ധിക്കാരത്തോടെയും ധാർഷ്ട്യത്തോടെയുമാണ് സംസാരിക്കുന്നത്. 3 പതിറ്റാണ്ടോളം പ്രവർത്തന പാരമ്പര്യമുള്ള തന്നെ ഒതുക്കാനാണ് സതീശൻ കളിക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തിയിരുന്നു. വി.ഡി. സതീശൻ നടത്തിയ മണി ചെയിൻ തട്ടിപ്പിന്റെ തെളിവുകൾ പുറത്തുവിടുമെന്ന് സിമി റോസ്ബെൽ ജോൺ അന്ന് പറഞ്ഞിരുന്നു. സതീശൻ വന്ന വഴി മറക്കരുതെന്നും അന്തസ്സുള്ള വനിതകൾക്ക് കോൺഗ്രസിൽ പ്രവർത്തിക്കാനാവില്ലെന്നുമുള്ള രൂക്ഷമായ ആരോപണങ്ങളാണ് അന്ന് ഉയർത്തിയിരുന്നത്. അതിനുശേഷമുള്ള നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് സതീശനെതിരെ പ്രത്യക്ഷ യുദ്ധത്തിന് സിമി റോസ്ബെൽ തയ്യാറെടുക്കുന്നത്. മണ്ഡലത്തിലെ 35% ക്രിസ്ത്യൻ വോട്ടുകളും കോൺഗ്രസിനൊപ്പമാണ്. ഇതിൽ വിള്ളൽ വീഴ്ത്താൻ സിമിക്ക് കഴിയുമെന്നാണ് CPM കണക്കുകൂട്ടുന്നത്. കോൺഗ്രസിലെ സതീശൻ വിരുദ്ധ ഗ്രൂപ്പും സിമിക്കൊപ്പം കൂടുമ്പോൾ വിജയിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. സതീശനെതിരായി കോൺഗ്രസിലെ കളികളും പറവൂരിലും പ്രതിഫലിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുൻ കോൺഗ്രസ് വനിതാ നേതാവ് പറവൂരിൽ മത്സരിക്കുമ്പോൾ വി.ഡി. സതീശന്റെ കുത്തക സീറ്റിൽ വിള്ളൽ വീഴുമെന്നാണ് CPM വിശ്വസിക്കുന്നത്.